ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സാലൻ ലേണിംഗ്. അഖില മിസ് ആണ്. സോ നമ്മളെല്ലാവരും ആനുവൽ എക്സാമിന് വേണ്ടി വളരെ അടിപൊളിയായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, ഓരോ ചാപ്റ്ററും നമ്മൾ റിവൈസ് ചെയ്തു. അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ കെമിസ്ട്രിയിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ എക്സാമിന് വളരെ കൂളായിട്ട് പോയിട്ട് എഴുതാനും അല്ലേ, അതുപോലെ അറ്റൻഡ് ചെയ്യുക മാത്രമല്ല കൃത്യമായിട്ട് നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രീവിയസ് ഇയർ ഒക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മക്കൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എ മിക്സ്ചർ കണ്ടെയ്നിങ് പൊട്ടറ്റോസ്, സോൾട്ട് ആൻഡ് സോഡസ്റ്റ് അല്ലേ, മൂന്നാളുകളുണ്ട്, പൊട്ടറ്റോസ്, സോൾട്ട് ആൻഡ് സോഡസ്റ്റ് has been given to you. Outline a step-wise procedure for separating each component from this mixture. Yes, separate ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മുടെ കയ്യിൽ ഒരു മിക്സ്ചർ ഉണ്ട്, ആ മിക്സ്ചറിൽ 3 കമ്പോണൻസ് ഉണ്ട്, 3 സബ്സ്റ്റൻസ് ഉണ്ട്. ഒന്ന് പൊട്ടറ്റോ ആണ്, മറ്റേത് സോൾട്ട് ആണ്, മറ്റേത് സോഡസ്റ്റ് ആണ്. ഇവരെല്ലാവരും കൂടെ അങ്ങോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മിക്സ് ആയി പോയിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് നമുക്ക് എല്ലാവരെയും സെപ്പറേറ്റ് ചെയ്യണം. ഏതെങ്കിലും ഒരാൾ സെപ്പറേറ്റ് ചെയ്താൽ പോരാ, ഈ കമ്പോണൻസിനെ എല്ലാം, ഈ 3 ആളുകളെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം. അപ്പൊ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലാണ് ഈ ഒരു മിക്സ്ചർ കിട്ടിയതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്യും, അത് സ്റ്റെപ്പ് ബൈ ആയിട്ട് അല്ലെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രൊസീജിയർ നമ്മൾ എഴുതണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്, സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരൊറ്റ സ്റ്റെപ്പിൽ കഴിഞ്ഞോളണം എന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരൊറ്റ സെപ്പറേറ്റിംഗ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എല്ലാവരെയും എന്ത് ചെയ്യാൻ പറ്റണം എന്നില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിക്കുക, അതിനകത്ത് ചിലപ്പം എന്താണ്, ഒന്നിൽ കൂടുതൽ സെപ്പറേഷൻ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, യെസ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ആരെയാണ്, യെസ്, ഹാൻഡ് പിക്കിംഗ് ടു റിമൂവ് ദ പൊട്ടറ്റോസ് അല്ലെ. ഈ തന്നിരിക്കുന്ന മിക്സ്ചറിൽ നിന്ന് നമുക്ക് ഏറ്റവും ആദ്യം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് നമ്മുടെ പൊട്ടറ്റോനെയാണ്. കാരണം പൊട്ടറ്റോ എന്ന് പറയുന്ന സമയത്ത് കാണാൻ അത്യാവശ്യം വലുപ്പമുള്ള ആളാണ് അല്ലെ, സൈസ് ഉണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ പെട്ടെന്ന് എന്ത് ചെയ്യാം, പിക്ക് ചെയ്ത് മാറ്റാം അല്ലെ. ഇപ്പൊ ഹാൻഡ് പിക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പൊട്ടറ്റോനെ അല്ലെ, എല്ലാ പൊട്ടറ്റോസിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന മിക്സ്ചറിൽ നിന്ന് ഈസി ആയിട്ട് അല്ലെ, ഒരു ബുദ്ധിമുട്ടും അതിനകത്തില്ല, വേറൊന്നും നമ്മൾ ചെയ്യണ്ട, ജസ്റ്റ് നോക്കുന്നു, നമ്മൾ എടുത്തു മാറ്റുന്നു, അത്രയേ ഉള്ളൂ. വീട്ടിൽ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യാറില്ലേ, ആ ഒരു മെത്തേഡ് തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പൊ ഇത് കഴിഞ്ഞു, ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. എഗെയിൻ നമ്മുടെ കയ്യിലുള്ളത് മിക്സ്ചർ തന്നെയാണ് അല്ലേ, നമ്മുടെ കയ്യിൽ സോൾട്ടും സോഡസ്റ്റും കൂടെ മിക്സ് ആയി കിടക്കുകയാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ എന്തൊക്കെ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ആഡ് വാട്ടർ ടു ദ റിമൈനിങ് മിക്സ്ചർ. ഈ ഒരു ബാക്കിയുള്ള മിക്സ്ചർ, അതായത് സോൾട്ടിന്റെയും സോഡസ്റ്റിന്റെയും മിക്സ്ചറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നു. അപ്പൊ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. നമുക്കറിയാം സോൾട്ട് എന്ന് പറയുന്നത് വാട്ടറിൽ സോലബിൾ ആണ് അല്ലെ. അത് ഈസി ആയിട്ട് എന്ത് ചെയ്യും, വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. എന്നാൽ സോഡസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, വാട്ടറിൽ ഡിസോൾവ് ആവാൻ പോകുന്നില്ല. അത് ഇങ്ങനെ വാട്ടറിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അപ്പൊ സോൾട്ട് ഡിസോൾവ് ആയി, അപ്പൊ നമുക്കൊരു സോൾട്ട് സൊല്യൂഷൻ അവിടെ കിട്ടി. മുകളിൽ ആര് കിടക്കുകയാണ്, സോഡസ്റ്റ് കിടക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിന്റെ ഒരു ചെറിയ ഹിന്റ് അവിടെ കിട്ടിക്കഴിഞ്ഞു അല്ലെ. നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ഫിൽട്രേഷൻ യൂസ് ചെയ്യുന്നു. അപ്പൊ ഫിൽട്രേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സോഡസ്റ്റിനെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, മാറ്റാനായിട്ട് പറ്റും അല്ലെ. ഫിൽട്രേഷൻ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് സോഡസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം ഫ്രം എവിടെ നിന്ന്, സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് അല്ലെ. ഇപ്പൊ റിമൈനിങ് എന്ന് പറയുന്നത് സോൾട്ട് സൊല്യൂഷൻ ആണ് അല്ലെ. നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന മിക്സ്ചർ സോൾട്ടും സോഡസ്റ്റും പൊട്ടറ്റോയും ആയിരുന്നു. ആ പൊട്ടറ്റോനെ നമ്മൾ ഈസി ആയിട്ട് ഹാൻഡ് പിക്കിംഗ് വഴി ഒഴിവാക്കി അല്ലെ, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുത്തു. പിന്നെ ഉണ്ടായിരുന്നവരെ ഒഴിവാക്കാൻ നമുക്ക് എന്ത് ആഡ് ചെയ്യേണ്ടി വന്നു, വാട്ടർ ആഡ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് ഫിൽട്ടർ ചെയ്ത സമയത്ത് നമുക്ക് സോഡസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റി, റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റി. ബാക്കി റിമൈനിങ് എന്ന് പറയുന്നത് ഉള്ള ആരാണ്, നമ്മളുടെ സോൾട്ട് സൊല്യൂഷൻ ആണ്. അതായത് സോൾട്ട് പ്ലസ് വാട്ടർ ആണ് അല്ലെ. എഗെയിൻ എന്താണ്, ഒരു മിക്സ്ചർ ആണ്. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് സോൾട്ടിനെ മാത്രമല്ലേ ആവശ്യമുള്ളൂ, അപ്പൊ അതിനെ മാത്രം നമുക്ക് കിട്ടണം. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, യെസ്, ടു സെപ്പറേറ്റ് സോൾട്ട് ഫ്രം വാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇവാപ്പറേഷൻ ആണ് അല്ലെ. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, ഇവാപ്പറേഷൻ. നമ്മളുടെ വാട്ടർ ഒക്കെ എന്താക്കുകയാണ്, നമ്മൾ വാട്ടർ വേപ്പർ ആക്കി മാറ്റാണ് അല്ലെ. ഹീറ്റ് ദ സോൾട്ട്
heat the salt solution or salt water, ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ, to evaporate the water leaving behind the salt. അപ്പോൾ അവസാനം നമുക്ക് ആരെ മാത്രം കിട്ടി? സോൾട്ടിനെ മാത്രം കിട്ടി. അപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ ഫൈനലി നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോരുത്തരെയും നമ്മൾ എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഫോളോ ചെയ്യണം അല്ലേ? ഒരുപാട് സെപ്പറേഷൻ മെത്തേഡ്സ് ഈ ഒരു ഒറ്റ സെപ്പറേഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാവരെയും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് വേണ്ട രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. യെസ്, ഫാൻസ് മൂവ് എയർ അറൌണ്ട് ക്രിയേറ്റിംഗ് എ കൂളിംഗ് സെൻസേഷൻ. ഇറ്റ് മൈറ്റ് സീം സ്ട്രേഞ്ച് ടു യൂസ് എ ഫാൻ ടു ഡ്രൈ വെറ്റ് ക്ലോത്ത്സ് സിൻസ് ഫാൻസ് യൂഷ്വലി മേക്ക് തിങ്സ് കൂളർ നോട്ട് വാർമർ. Normally when water evaporates it requires heat, not cold air. What do you think about this? Okay, സംഭവം സിമ്പിൾ ആണ്. നമ്മൾ ഫാൻ യൂസ് ചെയ്യാറുണ്ട് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ടല്ലേ? നമ്മൾ ചൂടെടുക്കുന്ന സമയത്ത് ഫാൻ യൂസ് ചെയ്യാറുണ്ട്, നമുക്ക് തണുപ്പല്ലേ കിട്ടാറ് അല്ലേ? എന്നാൽ ഇതേ ഫാൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യെസ്, നനഞ്ഞ തുണികളൊക്കെ ഒന്ന് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫാനിൻ്റെ ചോട്ടിൽ ഇടാറില്ലേ? അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അവിടെ രണ്ടും നമുക്കറിയാം. തുണി ഉണങ്ങണമെങ്കിൽ, ഡ്രസ്സൊക്കെ നനഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയി കിട്ടണമെങ്കിൽ അതിനകത്തുള്ള വാട്ടറൊക്കെ എന്താവണം? വാട്ടർ വേപ്പറായിട്ട് പുറത്തേക്ക് പോകണം. അങ്ങനെ വാട്ടർ വേപ്പറായിട്ട് നമ്മൾ പുറത്ത് ഇടുന്ന സമയത്ത്, പുറത്ത് തുണിയൊക്കെ വിരിച്ചിടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? യെസ്, അവിടെ നമ്മുടെ ഇവാപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയാണ് അല്ലേ? ഇവാപ്പറേഷൻ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് വാട്ടർ ടു ഇറ്റ്സ് വേപ്പർ അല്ലേ? വാട്ടർ വേപ്പർ ആവുന്ന ഒരു നാച്ചുറൽ ഫിനോമിനൻ ആണ് എന്ത്? ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ഇവാപ്പറേഷന്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കിയാൽ, തുണിയൊക്കെ വിരിച്ചിടുന്ന സമയത്ത് നല്ല വെയിലുള്ള അല്ലേ, സണ്ണി ഡേ ആണെങ്കിൽ നമ്മുടെ തുണിയൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും? ഡ്രൈ ആയി കിട്ടും അല്ലേ? അതിന്റെ റീസൺ എന്താ? ഈ ഹീറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഇവാപ്പറേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് നടക്കും. അപ്പോൾ തുണിയിലുള്ള വാട്ടറൊക്കെ എന്ത് ചെയ്യും? പെട്ടെന്ന് വാട്ടർ വേപ്പറായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. അതനുസരിച്ച് നമ്മുടെ തുണി എന്ത് ചെയ്യും? നല്ല വെറ്റായിട്ടല്ലേ, നല്ല ഡ്രൈ ആയിട്ടല്ലേ, വെറ്റായിട്ടുള്ള നമ്മുടെ ഡ്രസ്സൊക്കെ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഇതേപോലെ ഫാനിന്റെ ചുവട്ടിൽ വെക്കുമ്പോഴും ഈ ഹീറ്റിലൂടെയാണോ നമ്മുടെ ഇവാപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഈ പറയുന്ന വാട്ടർ വേപ്പറായിട്ട് പോകുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല. ഫാൻ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു എയർ ഉണ്ടല്ലോ, നമ്മളെ ഈ പറഞ്ഞപ്പോൾ ഈ റൂമിലാണെങ്കിൽ ആ റൂമിലുള്ള എയർ ഉണ്ടല്ലോ, ആ എയർ സർക്കുലേഷൻ എന്ത് ചെയ്യാണ്? യെസ്, അത് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ എയർ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവാപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് സ്പീഡപ്പ് ആക്കുന്നു. അപ്പോൾ ഇവാപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്തായാലും ഇവാപ്പറേഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും. അതിന്റെ റീസൺ ആണ് നമ്മൾ പുറത്ത് ആറിടുന്ന സമയത്ത്, അയലിലൊക്കെ വിരിച്ചിടുന്ന സമയത്ത് അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്? ഡ്രൈ ആവുന്നത്. നമ്മുടെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുന്നത്. അതേസമയം നല്ല തണുപ്പുള്ള കാലത്താണെങ്കിൽ, അല്ലെങ്കിൽ നല്ല വെയിലില്ലാത്തൊരു ദിവസമാണെങ്കിൽ പുറത്ത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടണമെന്നില്ല. അതിന്റെ റീസൺ ഈ പറഞ്ഞ ഹീറ്റ് തന്നെയാണ് അല്ലേ? സണ്ണിന്റെ ഹീറ്റ് കിട്ടുന്നതാണ്. എന്നാൽ ഈ ഹീറ്റ് അല്ലാതെ തന്നെ വേറെയും കുറേ ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ഇവാപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവാപ്പറേഷന്റെ റേറ്റ് കൂട്ടുന്നത്. അതിലാണ് നമ്മുടെ ഫാൻ വരുന്നത്. കാരണം ഫാൻ എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടല്ല, അവിടെ ഇവാപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. പകരം എന്താണ്? എയർ സർക്കുലേഷൻ എന്ത് ചെയ്യാണ്? യെസ്, എയർ സർക്കുലേഷൻ എന്ത് ചെയ്യാണ്? അത് ഇൻക്രീസ് ആവുകയാണ്. അപ്പൊ എയർ സർക്കുലേഷൻ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? വാട്ടറിന്റെ എല്ലാ വാട്ടർ വേപ്പറായിട്ട് പോകുന്ന ആ ഒരു പ്രോസസ്സ്, അതായത് നമ്മുടെ ഇവാപ്പറേഷന്റെ റേറ്റും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മളുടെ ഡ്രസ്സൊക്കെ എന്ത് ചെയ്യുന്നത്? പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുന്നത്. ഫാനിന്റെ ചുവട്ടിലിടുന്ന സമയത്ത് അത് ഡ്രൈ ആയി കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ സീറ്റ് ഓഫ് എ ടൂ വീലർ പാർക്ക്ഡ് ഓൺ എ സണ്ണി ഡേ ഹാസ് ബിക്കം വെരി ഹോട്ട്. ഹൗ ക്യാൻ യു കൂൾ ഇറ്റ് ഡൗൺ? നല്ല സണ്ണി ഡേയിലെ, നല്ല വെയിലത്ത് നിർത്തിയിരിക്കുന്ന ഒരു ടൂ വീലർ, അതിന്റെ സീറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ? ചുട്ടു പൊള്ളും, നല്ല ചൂടായിരിക്കും അല്ലേ? അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? കൂള് ചെയ്യണം. അതിനൊന്ന് കൂളാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ചോദിക്കണേ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? യു ക്യാൻ കൂൾ ദ സീറ്റ് ബൈ കവറിങ് ഇറ്റ് വിത്ത് എ വെറ്റ് ക്ലോത്ത്. ഒരു നനഞ്ഞ തുണി നമ്മൾ അതിന്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ എന്താവും? യെസ്, സ്വാഭാവികമായിട്ടും ആ ടൂ വീലറിന്റെ സീറ്റ് ഒന്ന് കൂളാവാനായിട്ട് തുടങ്ങും അല്ലേ? ഇനി അതല്ലെങ്കിൽ സ്പ്രിംഗ്ലിംഗ് വാട്ടർ ഓൺ ഇറ്റ് അല്ലേ? അതാണ് നമ്മൾ പറഞ്ഞത്. ഒരു വെറ്റ് ക്ലോത്ത് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മളിങ്ങനെ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സീറ്റ് കവർ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം?
ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കാതെ ഒരു സൺഷെയ്ഡിൽ കുറച്ച് തണലത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി വണ്ടി പാർക്ക് ചെയ്യുകയും ചെയ്യാം അല്ലെ. 3 മെത്തേഡാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ആ മെത്തേഡ് തന്നെയാണ് നമ്മുടെ കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. കാരണം നമ്മളൊരു വാട്ടർ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഈ പറയുന്ന പോലെ ഒരു വെറ്റ് ക്ലോത്ത് വിരിക്കുന്നു, അതിൻ്റെ മുകളിൽ നമ്മൾ വാട്ടർ ഈ പറയുന്ന പോലെ സ്പ്രേ ചെയ്തിടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, വാട്ടറിൻ്റെ ഒരു പ്രോസസ്സാണ്. യെസ്, വാട്ടറിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് വാട്ടർ വേപ്പർ ആയിട്ട് പോകുന്ന പ്രോസസ്സ് അല്ലേ. അങ്ങനെ വാട്ടർ വേപ്പർ ആയിട്ട് പോകാനായിട്ട് കുറേ ഹീറ്റ് ആവശ്യമുണ്ട് നമ്മൾ പഠിച്ചില്ലേ. ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഇത് നടക്കുന്നുണ്ട് നമ്മൾ പഠിച്ചില്ലേ. അങ്ങനെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും, ആ പറയുന്ന നമ്മുടെ സീറ്റിൽ നിന്നായിരിക്കും. അപ്പോൾ സീറ്റിലുള്ള ഹീറ്റൊക്കെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന വെറ്റ് ക്ലോത്ത് അല്ലേ, അപ്പോൾ അതിനകത്തുള്ള വാട്ടർ മോളിക്യൂൾ എടുക്കുന്നു, വാട്ടർ വേപ്പറായിട്ട് പോകുന്നു. അപ്പോൾ ആ പ്രോസസ്സ് നടക്കുന്നതിനനുസരിച്ച് നമ്മുടെ സീറ്റ് എന്തായിക്കോളും, കൂളായിക്കോളും. അടുത്ത 2 എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. സീറ്റ് കവർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും സൺഷെയ്ഡിൽ നിർത്തിയിട്ട് കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, സീറ്റ് നമുക്ക് കൂളാക്കി എടുക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇതൊക്കെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മളിതാ ഇവിടെ ഇവാപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇവാപ്പറേഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഹീറ്റ് കൂടുന്നതിനനുസരിച്ച് ഇൻക്രീസ് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഹീറ്റ് മാത്രമൊന്നുമല്ല ഇവാപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, വേറെയും കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ ഫാനിൻ്റെ കേസിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.